ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നിപ്പം രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉരുളൻകിഴങ്ങ് കറിയുടെ എല്ലാം കൂടെ ഉരുളൻകിഴങ്ങും ഉള്ളിയും പച്ചമുളകും തക്കാളിപ്പഴവും എല്ലാം കൂടെ ഇട്ടുള്ളൊരു വെജിറ്റബിൾ കറിയാണ്. അത് കടുവറുത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് നന്നായിട്ട് വേവിച്ചതിന് ശേഷം അല്പം മല്ലിപ്പൊടിയും കറി മസാലപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അതിനുശേഷം ചപ്പാത്തിയുടെ പരിപാടിയാണ്. ഓരോരോ ചപ്പാത്തികളായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പേ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ചപ്പാത്തിയുടെ മാവിൽ അല്പം ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. ഒരു 5-10 കുറഞ്ഞത് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കുഴച്ച് വെക്കണം. എങ്കിൽ നല്ല മയമുള്ള നല്ല ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബ്രൂവിൻ്റെ ഒരു സാഷ ഉണ്ടല്ലോ, അതാ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത്. ഇവിടെ ചേട്ടന് കാപ്പിയാണ് ഇഷ്ടം, ഞാൻ ചായയാണ് കുടിക്കുന്നത്. കാപ്പി ഇഷ്ടമാണ്, എങ്കിലും ഹോമിയോ മരുന്നൊക്കെ കഴിയുന്നതുകൊണ്ട് കാപ്പി കുടിച്ചുകൂടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചായയാണ്. അപ്പോൾ നമ്മളിതുപോലെ സാക്ഷയാണ് മേടിച്ച് വെച്ചേക്കുന്നത്. ഒരു അര കപ്പ് കാപ്പിക്ക് അതൊരു സാക്ഷ പൊട്ടിച്ചിട്ടാൽ മതി. പണ്ടൊക്കെ ഇങ്ങനെ ബ്രൂവിൻ്റെ ഒരു കുപ്പിയിൽ ഇത് മേടിച്ച് വെക്കുമായിരുന്നു. പക്ഷേ അത് പകുതി ആകുമ്പോഴേ കട്ടിയായി പോകും. ഇപ്പോൾ ഈ സാക്ഷയാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട് നമുക്ക്. ഒരു കാപ്പിക്ക് ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടാൽ മതി, 2 കാപ്പിക്ക് 2 പാക്കറ്റ് പൊട്ടിച്ചിട്ടാൽ മതി. തിളച്ച പാലിലോട്ട് അല്പം പൊട്ടിച്ചിട്ടാൽ പെട്ടെന്നാവുകയും ചെയ്യും. അങ്ങനെ സാക്ഷയാണിപ്പം വാങ്ങിച്ച് വെച്ചത്. അതാണ് ഞാൻ അവിടെ കാണിച്ചത്. അങ്ങനെ ചപ്പാത്തിയും മുട്ടക്കറിയും പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വെജിറ്റബിൾ കറിയും കൂടെ ചേർത്ത് കാപ്പിയും കൂട്ടി ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഉച്ചക്കലത്തേക്ക് നല്ല ചാള കിട്ടിയിട്ടുണ്ട്. നല്ല കൊല്ലം ചാളയെന്നാണ് പറഞ്ഞത്. നല്ല ചാളയായിരുന്നു. അത് നമ്മുടെ നല്ല നാട്ടുമാങ്ങ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പച്ചമുളകും ഒക്കെ കീറി ചാള കറി വെക്കുകയാണ്. മത്തി ചാള അത് രണ്ടാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് മത്തി വേറെയുണ്ട്, വേറെ ചാള പോലെ തന്നെ ഇരിക്കുന്നു. പക്ഷേ മത്തി വേറെയാണ്, ചാള വേറെയാണ്. ചാളയും ഈ മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്നതിനാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഇത് കൂണാണ് കേട്ടോ, ചുമന്ന കൂണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കൂണ് ഞാൻ കാണുന്നത്. ഇവിടെ നമുക്ക് കൂൺ കൃഷി നടത്തുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യൻ കൊണ്ടുതരുന്നതാണ്. വെള്ളക്കൂണാണ് ഇതുവരെ കൊണ്ടു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടു തന്നപ്പോൾ ഇതുപോലത്തെ ചുമന്ന കൂണ്. അന്നേരം ഞാൻ ചോദിച്ചത് എന്താ ചുമന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ ചേച്ചി ചുമന്ന വിത്താണ് ഇപ്രാവശ്യം കിട്ടിയത്, അതുകൊണ്ടാണ് നല്ലതാണ്, വെള്ളക്കൂണിനേക്കാളും നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിലാണ് കിട്ടുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. മീൻ നന്നായിട്ട് വറ്റി വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കൂണിന് 100 രൂപയാണ്. അങ്ങനെ അത് അല്പം നേരം നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഉള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അന്നേരം ഈ റോസ് കളർ കാണാൻ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതിൽ കുറച്ച് സവാള ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങയും കൂടെ ഇട്ട് മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അതിൽ മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടൊന്ന് നമ്മൾ കടുക് വറുത്തതിന് ശേഷം ഈ കൂണിട്ടിട്ട് അല്പം നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിന് ശേഷം നമ്മുടെ തേങ്ങ തിരുമിയതും പിന്നെ അല്പം കുരുമുളക് പൊടിയും പിന്നെ കറി മസാലയുടെ പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് തോത്തി എടുത്താൽ മാത്രം മതി. അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ ഈ കൂൺ വെച്ച് തീയൽ വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. വറുത്തരച്ച് തീയലുണ്ടാക്കുന്നവരുണ്ട്. ഇവിടെ ഞങ്ങളിങ്ങനെ മെഴുക്കുവരട്ടി വെക്കുന്നതാണ് ഇഷ്ടം. ഇത് നമ്മുടെ സാധാരണ പുളി, വെറും പുളി. അപ്പോഴാണ് ഒഴിച്ചു കൂട്ടാനൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് വെറും പുളി ഉണ്ടാക്കിയതാണ്. രസമല്ല, വെറും പുളി. ഇതിങ്ങനെ കൈയിട്ട് പിഴിയുന്ന വെച്ചാൽ കടുക് വറുത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായിട്ട് കടുക് വറുക്കും. അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുമ്പം അതിങ്ങനെ കൈവച്ച് നമ്മളിങ്ങനെ ഞെവിടി ചേർക്കണം. ഇത് കൈവച്ച് ഞെവിടുന്നത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇത് എൻ്റെ അമ്മൂമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കൈ ചൂടാവത്തൊന്നുമില്ല. ചൂട് പേടിയുള്ളവർക്ക് തവിയിട്ടൊന്ന് ഇളക്കിയാലും മതി. എന്നാലും കൈവച്ച് ഞെവിടുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. മുളകും ഇഞ്ചിയും കൊച്ചുള്ളി കുറച്ച് തോനെയും വേണം. പിന്നെ അതിനകത്ത് കറിവേപ്പിലയും അല്പം കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളത് കൈവച്ചൊന്ന് ഞെവിടി ചേർത്തതിന് ശേഷം പരുവത്തിന് ഉപ്പും എല്ലാം ചേർത്ത് പിന്നെ കുറച്ച് കായപ്പൊടി, അല്ലാതെ മുളക് പൊടിയും മല്ലിപ്പൊടിയും രസപ്പൊടിയും ഒന്നും ഇടാതെ സാധാരണ വെറുംപുളി എന്നാണ് ഇതിന് പറയുന്നത്. എനിക്ക് ഇവിടുത്തെ രസത്തിനേക്കാളും ഇഷ്ടം ഇതാണ്. അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കുമെങ്കിൽ തക്കാളിപ്പഴമൊക്കെ ഇട്ട് നമ്മൾ രസം പോലെ ഉണ്ടാക്കുമല്ലോ. ഇതങ്ങനല്ല, സാധാരണ വെറുംപുളി. നന്നായിട്ട് തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 2 ദിവസത്തേക്കൊക്കെ എടുക്കാം. ഇന്നും നാളെയും ഒക്കെ ഇരുന്നാലും അത് കേടാവത്തില്ല. അങ്ങനെ രസം റെഡിയായിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തിട്ടുണ്ട്. 3-4 മീനെടുത്ത് വറുക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ഉച്ചക്കലത്തേക്കിന് ചോറ്,
കൂൺ തോരൻ, രസം, മീൻ വറുത്തത്, മീൻ കറി.